ഇന്ത്യയിൽ മൊത്തമുള്ളതാണ് നൗഫല. ഇന്ത്യ ഭരിക്കുന്നത് BJP അല്ല, ഭയമാണ്. ആ ഭയം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കാരണം നാളെ ED വന്ന് വീട്ടിൽ കയറിയിരുന്നതിൽ ഇവർക്ക് ജീവിക്കണ്ടേ. ഈ തൃണമൂലിൻ്റെ MP മാർന്ന് പറഞ്ഞാൽ അവരെന്തോ ആദർശത്തിന് വേണ്ടി പണിയെടുക്കുന്നവരൊന്നല്ല, അവർ കോൺഗ്രസ്സുകാരാണ്. പലരും കോൺഗ്രസ് പാരമ്പര്യത്തിൽ വളർന്നവരുണ്ട്, CPM-മാരുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ആദർശാധിഷ്ഠിതമായി രാജ്യസേവനം നടത്താമെന്ന് കരുതി MP ആയ ആൾക്കാരൊന്നും അല്ല അവർ. എന്ന് മാത്രമല്ല നമ്മളിവിടെ കാണുന്ന മാതിരിയൊന്നും അല്ല വേട്ട. അപ്പം TVനെയും പിണറായി വിജയനെയും റെയ്ഡ് ചെയ്യുന്ന മാതിരി അല്ല ED അവിടെ റെയ്ഡ് ചെയ്യുന്നത്. ഒരു തരത്തിലും ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു സംഘത്തോടാണ് ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പോരാടുന്നുള്ള ആദ്യം ബോധം വേണം. അവർ നേരിടുന്ന ശക്തി ആരാണ്? RSSഉം BJP-യാണ്. അവരെന്താണ്? ഒരു തരത്തിലുള്ള ധാർമ്മികതയില്ല. ഇപ്പോൾ വാജ്പേയിയുടെ കാലത്ത് വാജ്പേയി പലപ്പോഴും പറയാറുണ്ട്, പുള്ളിക്ക് എന്തോ ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നപ്പോൾ അന്നത്തെ നരസിംഹറാവു സർക്കാർ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയച്ച അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ളൊരു വ്യക്തിബന്ധവും ഒരു ജനാധിപത്യ ബോധവും മര്യാദയൊക്കെയാണത്. അതിങ്ങനെ തിരിച്ചുണ്ടാവുമോ? ഇപ്പോൾ സോണിയാഗാന്ധിക്ക് ഒരു അസുഖം വന്നു, അമേരിക്കയിൽ ചികിത്സ വേണം, സോണിയാഗാന്ധിയെ ഒന്ന് അമേരിക്കയിലേക്ക് വിട്ടേക്കാമെന്ന് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിക്കില്ല. ഒന്ന് RSSൻ്റെ ഐഡിയോളജി തന്നെ ശത്രുവിനെതിരെ ഏത് തരം അധാർമിക വഴികളിലേയും നീങ്ങാമെന്നുള്ളതാണ്. അത് തന്നെയാണ് BJP പുലർത്തുന്നത്. അപ്പോൾ നമ്മൾ നേരിടുന്ന ശത്രുവിനെ നന്നായി അറിയുക, ശരിയായി മനസ്സിലാക്കുക എന്നുള്ളത് യുദ്ധമുന്നണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ദൗർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഒരു പ്രശ്നം അവർ RSSനെ ശരിയായി മനസ്സിലാക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കി മാത്രമേ അതിനെ അതിജയിക്കാൻ കഴിയൂ. പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി RSSനെയും BJP-യും നേരിടാൻ പറ്റില്ല.